ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് ആണ്. രാത്രി കാലങ്ങളിൽ ഈ വ്യക്തി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. പിന്നെ എന്താണ്, നമുക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ പേഴ്സന്റെ രാത്രികാല ചിന്തകൾ, നൈറ്റ് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി ചെക്കൗട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിൽ പോലും ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം വളരെയധികം ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് പല കാര്യങ്ങളും ഈ പേഴ്സൺ മറച്ചു വെക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ അതിനെതിരെയായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ പല ഇഷ്യൂസും നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സമാധാനപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ല, കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ഒരു സമാധാനമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള വഴക്ക്, സൗന്ദര്യപ്പിണക്കം, നോ കോണ്ടാക്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രായക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാരേജ് പരമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് കുറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മേ ബി പ്രപ്പോസൽസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ വഴി നിങ്ങൾക്ക് പ്രപ്പോസൽസ് വരുന്നുണ്ടാകാം. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ പല ഈഗോയിസ്റ്റിക് പ്രോബ്ലങ്ങളും കുറച്ച് അഹങ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലവ് സ്റ്റോറിയിൽ പലതരത്തിലുള്ള ബ്രേക്കേജസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ അകൽച്ചകൾ അതിവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രേക്കേജസ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റബിൾ അല്ലാത്ത കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ മെയിൻ ആയിട്ട് രാത്രി കാലങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നില്ല. പകരം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ വേർഷനിലേക്ക് കൊണ്ടുപോകാം, അതായത് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ പല തെറ്റുകുറ്റങ്ങൾ ഈ പേഴ്സൺ സമ്മതിച്ചു തരത്തില്ല. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതെ ഈ പേഴ്സൺ മനസ്സ് തുറക്കാതെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറാകാതെ ഈ പേഴ്സൺ അതെല്ലാം മനസ്സിൽ അടക്കി പിടിച്ച് സ്നേഹവും അടക്കി പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആകൂ, മനസ്സ് തുറക്കൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ടാകാം. പക്ഷെ ഈ പേഴ്സൺ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ഈ പേഴ്സൺ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഓക്കെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്,
ഞാൻ സംസാരിക്കുന്ന രീതിയാണ് ശരി, എൻ്റെ ചിന്താഗതിയാണ് ശരി, എൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് കറക്റ്റ്, നീ ചിന്തിക്കുന്നത് ശരിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ, അതായത് എസ്പെഷ്യലി സ്ത്രീകളാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളിപ്പോൾ ആ ഒരു റൊമാൻറ്റിക് ലൈഫിൽ നിന്നും, കാരണം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു റൊമാൻസ് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. സോ നിങ്ങളിപ്പോൾ പതുക്കെ അതിൽ നിന്നും കുറച്ച് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികപരമായിട്ട്, കാരണം വുമൺ ഹോൾഡിങ് എ കോയിൻ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി കണ്ടുപിടിക്കേ, ജോലിക്ക് പോവുകയോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാനോ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ടോ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി ഇതിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, മാറി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. കാരണം ഇവിടെ പല രീതിയിലും നിങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈ പേഴ്സണായിട്ട്. പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് പല കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് പുറമെ വേറെ ഒന്ന് കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഈ നിങ്ങളോട് സ്നേഹമുണ്ട്, ഈ വ്യക്തിക്ക് സ്നേഹമുണ്ട്. പക്ഷെ ഈ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് കുറച്ച് ശോകമാണ്, അല്ലെങ്കിൽ കുറച്ച് സാഡാണ്. കാരണം അത് മറ്റുള്ളവർക്ക് അത് എങ്ങനെ തോന്നിക്കുന്നു, മറ്റുള്ളവർക്ക് അത് ഇഷ്ടമാകുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സണ് ഒരു ധാരണയില്ല. സോ അതുകൊണ്ട് ഈ പേഴ്സൺ സ്വയം പുകഴ്ത്തുകയും നിങ്ങളെ കുറ്റപ്പെടുത്താനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം തെറ്റുകൾ മനസ്സിലാക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളിപ്പോ മെഡിറ്റേഷൻ, ഹീലിംഗ് പ്രാക്ടീസസ്, സ്പിരിച്വൽ പ്രേയേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കീപ്പ് ഓൺ ഡൂയിങ്. കാരണം ഇതിൽ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സന്റെ മനസ്സിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു പ്രണയാർദ്രമായിട്ടുള്ള ആ ഒരു എനർജി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ടോട്ടലി നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളായിട്ട് ടൈ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനായിട്ടും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ഈ പേഴ്സൺ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് മാറ്റങ്ങളുടെയൊക്കെ ഒരു ലക്ഷണം തന്നെയാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പേഴ്സന്റെ മെസ്സേജ് വരാം. ജസ്റ്റ് ഒരു ഗുഡ് നൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ആയിരിക്കും. പക്ഷെ എന്തായാലും ഈ പേഴ്സൺ എന്തൊക്കെയോ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, നിങ്ങൾ എന്താണോ ഈ പേഴ്സണിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്ന നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതായത് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങൾ എന്താണോ അത് അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സണിൽ നിന്നും, അത് തീർത്തും തുറന്നു കാട്ടാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് തികച്ചും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ അതൊരു പോസിറ്റീവ് മാറ്റമാണ് എന്ന് തന്നെയാണ് നമുക്ക് മെസ്സേജിലൂടെ വ്യക്തമാകുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു നൈറ്റ് ഫീലിങ്സ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.